ആ വിഗ്രഹം കാരണം ജീവിതം മാറി. പിറ്റേന്ന് മുതൽ ജീവിതത്തിന്റെ റൂട്ട് മാറി. ഗ്രാഫ് ഉയർന്നു. നിഷ സാരംഗ്. മലയാളികൾക്ക് യാതൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത നടിയാണ് നിഷ സാരംഗ്. ആ പേരിനേക്കാൾ ആളുകൾ ഇന്ന് നിഷയെ അറിയുന്നത് നീലു എന്ന പേരിലായിരിക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാളികൾക്ക് നിഷ ഉപ്പും മുളകും പരമ്പരയിലെ നീലുവാണ്. ഒരു പരമ്പര എന്നതിലുപരി തങ്ങളുടെ അടുത്ത വീട്ടിലെ കുടുംബം പോലെ മലയാളികൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. തന്നെ ഇപ്പോൾ മിക്കവരും വിളിക്കുന്നത് നീലുവമ്മ എന്നാണെന്ന് നിഷ പറയുന്നത്. ഇപ്പോഴിതാ ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ജീവിതം മാറ്റിമറിച്ചൊരു വിഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിഷ സാരംഗ്. പുതിയ സിനിമയായ എഴുത്തോലയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് നിഷ മനസ്സ് തുറന്നത്. നടൻ ഹേമന്ത് മേനോനും നിഷയ്ക്കൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ അഭിനയിക്കാൻ ഇറങ്ങിയിരുന്നില്ല. ജസ്റ്റ് 1-2 പാസിംഗ് വേഷങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. കയ്യിൽ പൈസയൊന്നുമില്ലാത്ത സമയമാണ്. വണ്ടിക്കാശ് മാത്രമായിട്ടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗുരുവായൂർ പോകുന്നത്. ട്രെയിനിൽ വരാനുള്ള കാശ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഒരു കടയിൽ കൃഷ്ണന്റെ വിഗ്രഹം കണ്ടു എന്നാണ് നിഷ പറയുന്നത്. കണ്ടാൽ കൃഷ്ണൻ അവിടെ നിൽക്കുകയാണെന്നേ തോന്നൂ. ആ ഒരു വിഗ്രഹം മാത്രമേ അങ്ങനത്തേത് ഉള്ളൂ അവിടെ. സാധാരണ എല്ലാം ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്നതായിരിക്കും. ഇതു പക്ഷേ വെണ്ണക്കലവും പിടിച്ചു നിൽക്കുന്നതായിരുന്നു. ഒരു കുട്ടി നിൽക്കുന്നതായേ തോന്നുകയുള്ളൂ. എനിക്കത് വാങ്ങണമെന്ന് തോന്നി. പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ബസ്സിന് പോകാനുള്ള കാശ് മാത്രമേ കാണൂ എന്നും നിഷ ഓർക്കുന്നു. അത് കളഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല. വില പേശി പേശി വാങ്ങി. ഒരു കുട്ടിയെ കയ്യിലെടുക്കുന്നത് പോലെയാണ് ഞാൻ ആ വിഗ്രഹം കൊണ്ടുപോയത്. ബസ്സിലാണ് തിരിച്ചു പോകുന്നത്. കലൂർ ഇറങ്ങി കൃഷ്ണനെയും ഒക്കത്ത് വെച്ച് നടക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ബാക്കിയുണ്ടായിരുന്നില്ല. ഒക്കെ തീർന്നിരുന്നു. എന്നാലും കൃഷ്ണനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു എന്നാണ് താരം പറയുന്നത്. പക്ഷേ പിറ്റേന്ന് മുതൽ എന്റെ ജീവിതം മാറി. എന്റെ ജീവിതത്തിന്റെ പോക്ക് മാറി. ഗ്രാഫ് കയറിപ്പോയി. ജീവിതം വേറൊരു റൂട്ടിലായി. കൃഷ്ണൻ വീട്ടിലേക്ക് വന്നതിനാലാണ് അതെന്നാണ് എന്റെ വിശ്വാസം. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടായപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണെന്നും നിഷ സാരംഗ് പറയുന്നു. മിനി സ്ക്രീനിനു പുറമെ ബിഗ് സ്ക്രീനിലും സജീവമാണ് നിഷ സാരംഗ്. ഇപ്പോഴിതാ പുതിയ ചിത്രമായ എഴുത്തോല റിലീസിനെത്തിയിരിക്കുകയാണ്. അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം 3ാം സീസണുമായി മടങ്ങിയെത്തിയിരിക്കുകയാണ് ഉപ്പും മുളകും.